വീക്ക് തുടങ്ങുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ നമ്മൾ എപ്പോഴും വീക്കെൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും, എന്തിനാണ് വീക്കെൻഡിൽ എവിടേക്കെങ്കിലും പോകണം, എന്തെങ്കിലുമൊക്കെ കാണണം. അപ്പോൾ ഈ ആഴ്ച തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാം. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാനും പറ്റുമല്ലോ വീക്കെൻഡിൽ. അപ്പോൾ ഇന്നത്തെ കാഴ്ച പത്തനംതിട്ടയിൽ നിന്നാണ്. സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സ്ഥലം, പത്തനംതിട്ട വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകപ്പാലവും നെൽവയലുമുള്ള സ്ഥലത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. സഞ്ചാരികൾ കൂടുതലൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് ഒരു പ്രത്യേക പദ്ധതിയൊക്കെ തയ്യാറാക്കി വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വള്ളിക്കോട് വരെ പോയിട്ട് വരാം. റോഡിന്റെ ഇരുവശവും വയൽ, റോഡരികിൽ തണൽ വിരിച്ച് ഞാവൽ, നെല്ലി, വേപ്പ് ഉൾപ്പെടെ മരങ്ങൾ. റോഡിന്റെ ഒരു വശം ടൈൽ പാകി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. കൈവരിയും സ്ഥാപിച്ചിട്ടുണ്ട്. വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തും കോന്നി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത്. ഈ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നവർ ഒരു നിമിഷം വാഹനം ഒന്ന് നിർത്തും. എത്ര തിരക്കാണെങ്കിലും അല്പസമയം പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടേ പോകൂ. കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പം ഞങ്ങളൊരു കാറ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്പോട്ട് കഴിഞ്ഞപ്പം തിരിച്ചു വന്നിങ്ങനെ നിന്നാൽ ഇങ്ങനെയൊക്കെ ഈ ഒരു നമ്മുടെ റോഡുകളും നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ ആക്കിയെടുക്കുന്നതിനകത്ത് അധികം നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെയും മറ്റു കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഇവിടെയൊക്കെ വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്ഥലത്ത് ഇരിപ്പിടം കൂടി വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് ഉടൻ തയ്യാറാക്കും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ലഘുഭക്ഷണശാല ഈ ഭാഗത്ത് തുടങ്ങാനും ലക്ഷ്യമിടുന്നുണ്ട്. ആയി വരുന്നേ ഉള്ളൂ ഇപ്പോൾ, ഇനി ആകും. പിന്നെ ഇനിയിപ്പം നമ്മളൊക്കെ വരില്ല, ഇനിയിപ്പോൾ ആട്ടമാരിക്കട്ടെ എല്ലാം ആയി തീർച്ചയായിട്ടും. വയലിൽ വിത്തുപാകാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. നെല്ല് വിളയുമ്പോൾ ഇരട്ടി സൗന്ദര്യമാകും ഈ പ്രദേശത്തിന്. ഇപ്പൊ ഇവിടെ വിളച്ചതേ ഉള്ളൂ, പക്ഷെ അവിടെ പിന്നെ കുറച്ചും കൂടി അത്യാവശ്യമായ അവിടെ ഇതൊന്നും അല്ല. പിന്നെ ഇവിടെ ബ്ലോക്കും തിരക്കൊക്കെ ആയിരിക്കും. വർഷത്തിൽ 2 കൃഷിയൊക്കെ ഉണ്ട്, 2 ഗ്രാമീണ എപ്പോഴും ഉണ്ട്. തോടിനു കുറുകെയുള്ള ചെമ്പകപ്പാലവും ഈ ഭാഗത്തെ ആകർഷണീയതയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.